രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയെ ഇന്നറിയാം. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6-നാണ് വോട്ടെണ്ണൽ. ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സമീപകാലത്തെ ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. രണ്ട് ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റുരയ്ക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. OBC വിഭാഗത്തു നിന്നുള്ള BJP നേതാവായ CP രാധാകൃഷ്ണൻ 1998-ലും 1999-ലും കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആന്ധ്ര സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. നിരവധി സുപ്രധാന വിധികളിൽ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ ശ്രദ്ധേയനാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. 239 രാജ്യസഭാ എംപിമാരും 542 ലോക്സഭാ എംപിമാരും ഉൾപ്പെടെ 781 എംപിമാരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത്. ബിജു ജനതാദളും ഭാരത് രാഷ്ട്രസമിതിയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വോട്ട് ചെയ്യുന്ന എംപിമാരുടെ എണ്ണം 770 കുറയും. ഇതോടെ 386 വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാനാകും. ജഗ്ദീപ് ധൻഖറിന് ലഭിച്ച ചരിത്ര ഭൂരിപക്ഷം ലഭിക്കാനിടയില്ലെങ്കിലും നിലവിൽ 425 എംപിമാരുള്ള NDAക്ക് അനുകൂലമാണ് സാഹചര്യം. ഇരു സഭകളിലുമായി 324 വോട്ടുകളാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ ലഭിച്ചാൽ പോലും രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. 24 ഡൽഹി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, BRSും ബിജു ജനതാദളും വിട്ടുനിൽക്കുകയാണ്. അതോടുകൂടി ഭൂരിപക്ഷം എന്നുള്ളത് 386 എന്നതാണ്. ആരെങ്കിലും കൂറുമാറുമോ എന്നൊരാശങ്ക NDAക്കുണ്ടാകും. നേരത്തെ കിട്ടിയതിൽ നിന്ന് ഒരു വോട്ട് അത് കൂടിയാൽ അത് വലിയ രാഷ്ട്രീയ വിജയമെന്നും വലിയ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാമെന്നും ഇന്ത്യ സഖ്യവും കണക്ക് കൂട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടപടികൾ കൃത്യം 10 മണിക്ക് തുടങ്ങും. പ്രധാനമന്ത്രി ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തുക എപ്പോൾ, ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. രാവിലെ 10 മണിക്കായിരിക്കും ഈ വോട്ടെടുപ്പ് ആരംഭിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. അദ്ദേഹം പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും അംഗങ്ങളോട് ഒപ്പമായിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. രാവിലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പഞ്ചാബിലെ പ്രളയബാധിത മേഖല സന്ദർശിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാവിലെ വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കളും അതിരാവിലെ തന്നെ, അതായത് 10 മണിയോടെ സമീപത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അത്യന്തം വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടമായാണ് പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ശക്തമായ പ്രചരണം, അതായത് പ്രതിപക്ഷവുമായി പിന്തുണയ്ക്കുന്ന പാർട്ടി നേതാക്കളെയെല്ലാം നേരിട്ട് തന്നെ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി സന്ദർശിക്കുകയും പിന്തുണ തേടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പ്രതിപക്ഷം സംയുക്തമായി ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. എന്നാൽ ഇത്തവണ ഐക്യത്തോടെയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ പ്രതിപക്ഷ വോട്ടുകൾക്ക് അപ്പുറത്ത് നിന്നും കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷവും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെ അത് TDP വോട്ടുകൾ ഒപ്പം തന്നെ YSR കോൺഗ്രസിന്റെ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്നാൽ TDP NDAയുടെ ഭാഗമാണ്. YSR കോൺഗ്രസ് ആകട്ടെ NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ തന്നെ മുന്നണികൾ മാറി മറിഞ്ഞുകൊണ്ട് ഒരു വോട്ട് ക്രോസ് വോട്ടിംഗ് ഉണ്ടായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇരുപക്ഷവും ഇത്തവണയും നിലനിർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമായിരുന്നു ജഗ്ദീപ് ധൻഖറിന് ലഭിച്ചിരുന്നത്. 75%-ലേറെ വോട്ടുകൾ നേടിയായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു. എല്ലാ തിരഞ്ഞെടുപ്പിലും സമാനമായി ക്രോസ് വോട്ടിംഗ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടാകാറുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത്തവണയും ക്രോസ് വോട്ടിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപക്ഷവും. ഇന്നലെ വൈകിട്ടും കൂടിയാലോചനാ യോഗങ്ങൾ ഇരുപക്ഷത്തും
ഉണ്ടായിരുന്നു. എന്നാൽ ഈ ക്രോസ് വോട്ടിംഗ് ആർക്ക് അനുകൂലം എന്നുള്ളത് തന്നെയായിരിക്കും ഏറെ നിർണായകമാവുക. ഈ തങ്ങളുടെ വോട്ട് പ്രതിപക്ഷത്തിന്റെ ആകെ വോട്ടുകളെക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ ലഭിച്ചാൽ അത് പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന്റെ വിജയമായി വ്യാഖ്യാനിക്കാം എന്ന പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. സാഹചര്യങ്ങൾ ഭരണപക്ഷത്തിന് ആര് ജയിച്ചാലും 15ാമത് ഉപരാഷ്ട്രപതി ഒരു ദക്ഷിണേന്ത്യക്കാരനായിരിക്കും. സങ്കീർണമായ ഒരു വോട്ടിംഗ് പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മോക്ക് പോളും നടത്തിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.